ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുഴുവൻ ചിക്കനെ എങ്ങനെയാണ് മൈക്രോവേവിൽ ഗ്രിൽ ചെയ്തെടുക്കേണ്ടതെന്ന് കണ്ടാലോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈക്രോവേവ് ഓവനിലെ റോട്ടിസറി ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടുമെന്ന് ഉറപ്പാണ്. കബാബ് മസാല എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഗ്രില്ലിലോട്ട് തേച്ച് പിടിപ്പിക്കേണ്ട മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് കട്ടിയുള്ള തൈര്, ഹങ് കേർഡ്, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. മസാലപ്പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇതിൻ്റെ അളവുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇത്രയും പൊടികൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ 2 ടീസ്പൂൺ ചേർക്കുകയാണ്. അത് മസാലയെല്ലാം ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഗ്രില്ലിൻ്റെ മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കബാബ് ചിക്കനും യൂസ് ചെയ്യാം, കബാബ് ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടത് മുഴുവനായിട്ടുള്ള തൊലിയോട് കൂടിയ ചിക്കനാണ്. അപ്പോൾ തൊലിയുള്ള ചിക്കൻ തന്നെ വാങ്ങാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ആ മൊരിഞ്ഞ പുറത്തുള്ള ലെയർ കിട്ടുള്ളൂ. ഇപ്പോൾ ചിക്കനിൽ വരയിട്ട് കൊടുത്ത ശേഷം നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ ഉൾഭാഗത്തോട്ടും നന്നായിട്ട് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കുക. റോട്ടിസറി ഫംഗ്ഷനുള്ള എല്ലാ മൈക്രോവേവ് ഓവൻ്റെ കൂടെയും നമുക്ക് ഈ റോട്ടിസറി ഹോൾഡർ കിട്ടും. ഈ 3 കമ്പികളുള്ള ഒരു ഹോൾഡറാണ്. അത് നമ്മൾ ചിക്കൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കാം. 2 സൈഡിലുള്ള ഏറ്റവും അറ്റത്തുള്ള 2 ചെറിയ കമ്പികളും കാലിൻ്റെ വശത്തായിട്ട് കോർത്ത് കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ചിക്കൻ ചുറ്റി വരുള്ളൂ. എന്നിട്ട് നൂലുപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. നമ്മൾ കട്ടിയുള്ള നൂലുപയോഗിച്ച് കെട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാല് ലൂസായിട്ട് നിൽക്കുമ്പോൾ തിരിഞ്ഞു വരാനായിട്ടുള്ള സ്ഥലം മൈക്രോവേവ് ഓവൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ അത് തട്ടി നിൽക്കും, ചുറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൂല് വെച്ച് വരിഞ്ഞ് കെട്ടുന്നത്. തയ്യൽ നൂലല്ല, ഇതുപോലെയുള്ള കട്ടിയുള്ള ട്വൈൻ നൂല് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് മസാല ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ വെച്ചിരിക്കാം. തലേ ദിവസമേ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഈ ചിക്കൻ ഒന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട്, ഊരിപ്പോരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഉള്ളി അറ്റത്തോട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് മൈക്രോവേവിൽ എങ്ങനെയാണ് റോട്ടിസറിയിൽ വെച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. LGയുടെ മൈക്രോവേവ് ആണെങ്കിൽ ഇതുപോലെ പിങ്ക് കളറിൽ ഇടതുവശത്തും വൈറ്റ് കളറിൽ വലതുവശത്തുമായിട്ട് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പിയുടെ പരന്ന ഭാഗം ഇടതുവശത്ത് വരുന്ന പോലെയും കൂർത്ത ഭാഗം വലതുവശത്ത് വരുന്ന പോലെയും ഇതുപോലെ വെച്ച് കൊടുക്കുക. വച്ച ശേഷം നമ്മളിനി സെറ്റിംഗ് നോക്കാം. ഗ്രിൽ മോഡ് സെലക്ട് ചെയ്യുക, ഗ്രിൽ കോമ്പിനേഷൻ. അത് 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ 0 വരും. എന്നിട്ട് നമ്മൾ കൺവെക്ഷൻ മോഡിൽ 230 ഡിഗ്രി സെറ്റ് ചെയ്യുക, മൈക്രോ മോഡിൽ 360 ഡിഗ്രി സെറ്റ് ചെയ്യുക. ഇത് രണ്ടും ചേർന്നതാണ് കോമ്പിനേഷൻ. എന്നിട്ട് നമുക്ക് ടൈം ഒരു 40-45 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ചുറ്റാൻ തുടങ്ങും. ഇനി നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, അത് നന്നായിട്ട് റെഡിയായി കിട്ടിക്കോളും. മൈക്രോവേവ് ഓവൻ്റെ അകത്തിരുന്ന് റോട്ടിസറി മോഡിൽ, ഗ്രിൽ മോഡിൽ നല്ല രീതിയിൽ ചുറ്റി ചുറ്റി വെന്ത് വരും. 45 മിനിറ്റ് കഴിയുമ്പോൾ അത് വളരെ സാവധാനം പുറത്തോട്ടെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടോങ്സ് കിട്ടും അതെടുക്കാനായിട്ട്. അതുപയോഗിച്ച് കൈ പൊള്ളിക്കാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കെട്ടി വെച്ചിരിക്കുന്ന നൂലും മാറ്റിക്കൊടുത്ത് കട്ട് ചെയ്ത് ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം ഈ കമ്പിയിൽ നിന്നും ഊരി മാറ്റാം. എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗ്രിൽ ചിക്കൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉൾവശം വരെ വെന്ത് നല്ല രീതിയിൽ ഇത് ഗ്രില്ലായി റോസ്റ്റായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് തൊലിയുള്ള ചിക്കൻ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഒരു ബൗളിലാക്കി ഞാൻ വെക്കുകയാണ് ഇതിൻ്റെ കൂടെ. അത് ഗ്രിൽ ചിക്കൻ എടുത്ത് കഴിക്കുമ്പോൾ അതിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു എരിവും ഫ്ലേവറും കിട്ടും. പിന്നെ മയോ സെർവ് ചെയ്യുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഞാൻ ഇന്ന് കുക്കുംബറും സവാള അരിഞ്ഞതുമാണ് വയ്ക്കുന്നത്. അപ്പോൾ ഗ്രിൽ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ ഈ മുളക് പൊടിയിൽ കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത ശേഷം അതിൽ അല്പം നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് ഈ മയോയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഗ്രിൽ ചിക്കൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇത് ട്രൈ ചെയ്യുമല്ലോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.